തിലോപ്പിയ കൊണ്ടൊരു മപ്പാസാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി 1/2 കിലോ തിലോപ്പിയ വെട്ടി കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. ചുവന്നുള്ളി 1/2 കപ്പ്, ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞത് ഓരോ ടേബിൾ സ്പൂൺ വീതം, 3 പച്ചമുളക് കീറിയത്, ഒരു വലിയ തക്കാളി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, തേങ്ങയുടെ 1/4 പാൽ 1/2 കപ്പ്, 2/2 പാൽ 1 കപ്പ്, കറിവേപ്പില, ഉപ്പ്, വെളിച്ചെണ്ണ ആവശ്യത്തിന്. നമുക്കാദ്യം ചുവന്നുള്ളിയും മുളക് പൊടിയും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. സ്റ്റൗവിൽ ഒരു ചട്ടി വെച്ച് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇടാം. ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒരുവിധം വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചുവന്നുള്ളിയും മുളക് പൊടി അരച്ചത് ചേർക്കാം. അരപ്പിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി പൊടികൾ ചേർക്കാം. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. ഇനി എടുത്തു വെച്ചിരിക്കുന്ന 2/2 പാൽ ഇതിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് തിളയ്ക്കണം. അതിനുശേഷം നമുക്ക് മീൻ ചേർക്കാം. അരപ്പെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി മീൻ ചേർക്കാം. ഇനി നമുക്കിത് ചെറിയ തീയിൽ അടച്ചു വെച്ച് 3-4 മിനിറ്റ് നേരം വേവിക്കാം. നമുക്ക് ഇടയ്ക്ക് മീൻ പൊടിയാതെ ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം. മീൻ ഇപ്പം വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. ഇനി ഇതിലേക്ക് 1/4 പാൽ ചേർത്ത് ചട്ടി ഒന്നുകൂടെ ചുറ്റിച്ച് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം.
നമ്മുടെ തിലോപ്പിയ കൊണ്ടുള്ള മപ്പാസ് റെഡി ആയിട്ടുണ്ട്.